الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ചറബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പടച്ചറബിന്റെ അതിമഹത്തായ ഔദാര്യം കൊണ്ടും അപാരമായ അനുഗ്രഹം കൊണ്ടും ഒരു റമദാൻ കൂടി നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ ആ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലരും നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഖബറുകളിലാണുള്ളത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ചില ആളുകൾ റമദാനിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നുവെങ്കിലും അവരുടെ രോഗം കാരണവും മറ്റും ഹോസ്പിറ്റലുകളിലും വീടുകളിലുമൊക്കെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.
സഹോദരങ്ങളെ, നോമ്പടക്കമുള്ള പല ഇബാദത്തുകളുടെയും കാര്യമായൊരു ലക്ഷ്യമായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തഖ്വ കൈവരിക്കുക എന്നതാണ്. നോമ്പിനെ സംബന്ധിച്ചും പറഞ്ഞു ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന്. അതേപോലെ അമ്പിയാക്കന്മാരുടെ ദഅവത്തിൽ അവരാവർത്തിച്ച് പറയുന്ന ഒരു കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിലും സൂറത്തുൽ മുഅ്മിനൂനിലും അതേപോലെ സൂറത്തു ശുഅറായിലുമൊക്കെ ധാരാളമായി ആവർത്തിച്ചു വരുന്നത് കാണുവാൻ സാധിക്കും. അഫല തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നില്ലേ എന്ന്. പരിശുദ്ധ ഖുർആനിൽ 200-ലധികം സ്ഥലങ്ങളിൽ തഖ്വയെ സംബന്ധിച്ച് പ്രേരിപ്പിച്ചുകൊണ്ട് അതിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് നമ്മെ ഉണർത്തിയിട്ടുണ്ട് എന്നാണ്. അത്രമാത്രം പ്രാധാന്യമുള്ള തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയിൽ തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഇത്തിഖാ അഥവാ രക്ഷാമാർഗം സ്വീകരിക്കുക എന്നാണ്, പ്രതിരോധം തീർക്കുക എന്നാണ്. ഹുവ ഇത്തിഹാദുൽ വിഖായ, അപകടകരമായ സാഹചര്യങ്ങളിൽ ആ അപകടത്തിലേക്ക് പോകാതെ ഒരു സുരക്ഷിതമായ വഴി നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഭാഷയിൽ അതിന് തഖ്വ എന്ന് പറയും. വഹിയ ഹിഫ്ളു ശൈഇ മിമ്മാ യുഅദീഹി വയദുർറു, ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാറ്റിൽ നിന്നും സംരക്ഷിച്ച് സൂക്ഷിച്ചു നിർത്തുന്നതിനാണ് തഖ്വ എന്ന് പറയുക. നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. ആ മൊബൈൽ ഫോണിൽ അതിന്റെ സ്ക്രീൻ പൊട്ടിപ്പോകാതിരിക്കാൻ, ഡിസ്പ്ലേ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ആ സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കാതിരിക്കാൻ അതിന് പ്രത്യേകമായ കവറും അതേപോലെ തന്നെ പൗച്ചും ഒക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അത് ഭാഷാർത്ഥത്തിൽ അർത്ഥപ്രകാരം അതിന്റെ മാർഗത്തിലുള്ള ഒരു സൂക്ഷ്മത സ്വീകരിക്കലാണ്, ഒരു തഖ്വയാണ്. അതേപോലെ കൊടും ചൂടുള്ള സമയത്ത് നാം ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ പ്രത്യേകമായ വസ്ത്രം സ്വീകരിക്കാറുണ്ട്. അതേപോലെ ശക്തമായ തണുപ്പിൽ നിന്നും രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അതിൻ്റെതായ വസ്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഇതൊക്കെ ഭാഷാപരമായി നോക്കിയാൽ ഇത്തിഹാദുൽ വിഖായ, പ്രതിരോധത്തിന്റെ സുരക്ഷിതത്വത്തിന്റെ വഴി സ്വീകരിക്കുക എന്ന അർത്ഥത്തിൽ തഖ്വ എന്ന് പറയാൻ പറ്റും. എന്നാൽ സാങ്കേതികമായി തഖ്വ എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷ? അൽ ഇഹ്തിറാസു ബിത്വാഅത്തില്ലാഹി തആല അൻ ഉഖൂബതി, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പടച്ചറബിനെ വഴിപ്പെട്ടുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുക എന്നതാണ്. അല്ലാഹുവിനുള്ള എല്ലാ ഇബാദത്തുകളും ആ അർത്ഥത്തിൽ നമ്മുടെ രക്ഷാ കവചമാണ്. അമ്പിയാക്കന്മാർ പഠിപ്പിച്ചതും ഉപദേശിച്ചതുമായ എല്ലാ കാര്യങ്ങളും രക്ഷയുടെ മാർഗങ്ങളാണ്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജാമിഉൽ ഉലൂം എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതുപോലെ കുറച്ചുകൂടി വ്യക്തമായി അദ്ദേഹം വിശദീകരിച്ചു, തഖ്വൽ അബ്ദി ലിറബ്ബിഹി, ഒരടിമ തന്റെ റബ്ബിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അൻ യജ്അല ബൈനഹു വബൈന മാ യഖ്ശാഹു മിർ റബ്ബിഹി, താൻ തന്റെ റബ്ബിൽ നിന്ന് ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും, അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന്, ശിക്ഷകളിൽ നിന്ന് ഒരു പ്രതിരോധം തീർക്കലാണ്, ഒരു രക്ഷാ കവചം തീർക്കലാണ്. അതേപോലെ തന്നെ വിഖായത്തൻ തഖീഹി മിൻ ദാലിക്, അള്ളാഹുവിന്റെ ശാപം, അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ക്രോധം, അള്ളാഹുവിന്റെ അദാബ് ഒന്നും ഏൽക്കാതിരിക്കാൻ ഒരു അടിമ തീർക്കുന്ന പ്രതിരോധത്തിന്റെ സുരക്ഷയുടെ വഴി അതെങ്ങനെയാണ്? വഹുവ ഫിഅലു ത്വാഅതിഹി, അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അള്ളാഹു നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും വജ്തിനാബു മആസിഹി, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നു കൊണ്ടുമാണ്. അപ്പോ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതെ വിട്ടകന്ന് നിന്നുകൊണ്ട് നാം സൂക്ഷ്മത പുലർത്തുന്നതിനാണ് തഖ്വ എന്ന് പറയുക. അതിലൂടെ അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിന്റെ ഇഷ്ടകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു, ആ നോമ്പ് നരകത്തെ തടുക്കുവാൻ പര്യാപ്തമാണ് എന്നാണ്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും പടച്ചറബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിഷ്കളങ്കമായി ആത്മാർത്ഥമായി ഒരു ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, അയാളെ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു അകലെയാക്കുമെന്നാണ്. അള്ളാഹു ആ രൂപത്തിൽ നരകശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ നോമ്പിന്റെ ഒരു പ്രത്യേകതയായി മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, ഒരു അടിമ തീർച്ചയായും നരകത്തിൽ നിന്ന് ആ പരിചയം ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ്. അതുകൊണ്ട് നോമ്പ് ഒരു വിശ്വാസിക്ക് പരിചയമായി തീരും എന്നതുപോലെ നോമ്പ് തഖ്വ നേടുവാനുള്ള ഒരു പരിശീലനമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ആഗ്രഹങ്ങളെയും കൊതികളെയും ഒക്കെ നിയന്ത്രിച്ച് കടിഞ്ഞാണിട്ട് പടച്ചറബിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവയെല്ലാം മാറ്റിവെച്ച് നമ്മൾ നോമ്പെടുക്കുമ്പോൾ തീർച്ചയായും നാം ഒരു പരിശീലനത്തിൽ ഏർപ്പെടുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നോമ്പിന്റെ ലക്ഷ്യവും നേട്ടങ്ങളും ഒക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ സാദുൽ മആദ് എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി, ഫഇന്ന സ്വാഇമ ലാ യഫ്അലു ശൈഅ, നോമ്പുകാരന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആലോചിച്ചു നോക്കിയാൽ നോമ്പ് എന്നുള്ള ഇബാദത്തിനെ നമ്മൾ ഒന്ന് വിലയിരുത്തി ആലോചിച്ചു നോക്കുമ്പോൾ മറ്റ് ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പിനുള്ള ഒരു പ്രത്യേകത, നോമ്പിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ്. നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ഒളു എടുക്കണം, ഔറത്ത് മറക്കണം, ഖിബലക്ക് നേരെ തിരിഞ്ഞു നിൽക്കണം, കൈ ഉയർത്തി തക്ബീറത്തുൽ ഇഹ്റാം പറയണം. അങ്ങനെ തുടങ്ങി കുറെ ആക്ഷനുകൾ, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്, ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. പക്ഷെ നോമ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ലാ യഫ്അലു ശൈഅൻ, ഒരു കാര്യവും നോമ്പുകാരൻ ചെയ്യുന്നില്ല എന്നതാണ്. മറിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത്? വഇന്നമാ യത്റുകു ശഹ്വതഹു വതആമഹു വശറാബഹു, ഒരു നോമ്പുകാരൻ തന്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, തന്റെ ഭക്ഷണത്തെ, അന്നപാനീയങ്ങളെ എല്ലാറ്റിനെയും ഒഴിവാക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. ആവശ്യമില്ലാഞ്ഞിട്ടല്ല, കിട്ടാഞ്ഞിട്ടല്ല, അത് കഴിച്ചാൽ എന്തെങ്കിലും ദ്രോഹമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് മിൻ അജ്ലി മഅബൂദിഹി, പടച്ച റബ്ബിന് വേണ്ടി, നമ്മുടെ ആരാധ്യനായ, നമ്മൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സാഗ്രഹിച്ചിട്ടും ശരീരം കൊതിച്ചിട്ടും നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഫഹുവ തർക്കു മഹ്ബൂബാത്തിൻ നഫ്സ്, മനസ്സ് കൊതിക്കുന്ന എല്ലാറ്റിനെയും നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. വതലദ്ദുദാതിഹ, അതിന്റെ ആസ്വാദനങ്ങളെയും നമ്മൾ വേണ്ട എന്ന് വെക്കുകയാണ്. ഈസാറൻ ലിമഹബ്ബത്തില്ലാഹി വമർളാത്തി, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ ഇഷ്ടവും എനിക്ക് കിട്ടണമെന്ന അദമ്യമായ ഒടുങ്ങാത്ത ആഗ്രഹത്താൽ ഒരു വിശ്വാസി അങ്ങനെ പരിശീലിക്കുകയാണ്. വിശപ്പും ദാഹവും സഹിച്ച് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടണം, ആ റബ്ബ് എന്നോട് പറഞ്ഞതായതിനാൽ ഞാൻ അതിനെ അനുസരിക്കുന്നു. ആ ലക്ഷ്യം മറക്കരുത് നമ്മൾ. എങ്കിൽ തീർച്ചയായും ഓരോ കാര്യങ്ങളിലും പടച്ച റബ്ബിന്റെ നിയമശാസനകൾ സ്വീകരിക്കുവാനും അനുവർത്തിക്കുവാനും നമുക്ക് സാധിക്കും. അഥവാ നോമ്പുകാലത്ത്, റമദാനിന്റെ പകൽ സമയത്ത് അന്നപാനീയങ്ങൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ അതേ റബ്ബ് തന്നെയാണ് നമ്മളോട് മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞത്, ചൂതാട്ടം പാടില്ല എന്ന് വിലക്കിയത്, വ്യഭിചാരത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചത്, പലിശയുടെ യാതൊന്നും നമുക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഏതൊരു റബ്ബിനെ പ്രീതിപ്പെടുത്തുവാൻ, തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണോ നാം ഈ പട്ടിണി കിടന്നത്, വിശപ്പും ദാഹവും സഹിച്ചത്, അതേ റബ്ബാണ് ഇപ്പറഞ്ഞ എല്ലാ തിന്മകളെയും നമുക്ക് വിലക്കിയത് എന്നറിയുമ്പോൾ ആ തിന്മകൾ ചെയ്യാതെ ആ നന്മകൾ ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുവാൻ സാധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ നോമ്പ് തീർച്ചയായും നമ്മളിൽ ഓരോരുത്തരിലും മാറ്റമുണ്ടാക്കുമെന്നത് തർക്കമില്ലാത്ത സംഗതിയാണ്. അതേപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചില റിവായത്തുകൾ കാണുവാൻ സാധിക്കും. തഖ്വ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, പടച്ചറബിനെ പേടിച്ചുകൊണ്ട് കഴിയലാണ്. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അനുസരിച്ച്, വഹ്യനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക എന്നതുമാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നതാണ് തഖ്വ. വസ്തിഅദാദുൻ ലിയൗമിർ റഹീൽ, യാത്ര പോകേണ്ട, ഇവിടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും വിട്ടേച്ചുകൊണ്ട് നാം ഓരോരുത്തരും അനിവാര്യമായും പോകേണ്ടുന്ന ആ യാത്രക്ക് വേണ്ടി, അഥവാ പരലോകത്തേക്ക് വേണ്ടി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കലാണ്. വൽ ബുഅദു അനിൽ ഖാൽ വൽ ഖീൽ, ആളുകൾ കണ്ടതും കേട്ടതും അതും ഇതുമൊക്കെ പറഞ്ഞു നടക്കുമ്പോൾ അതിന്റെ പിന്നാലെ കൂടി
ജീവിതം നഷ്ടപ്പെടുത്താതെ, സമയം നശിപ്പിക്കാതെ അതിനെയെല്ലാം വിട്ടുകളഞ്ഞ് സീരിയസ് ആയ ഗൗരവപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നലാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധേയമാണ്, നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ആവേശവും വൈകാരികതയുമല്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. ഈമാൻ അങ്ങ് കൂടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് തന്നെയും ബോധമില്ലാതെ പലതും ചെയ്യും. ഒരിക്കലും അത്തരം വൈകാരികതയെ ഇസ്ലാം മതമായി അംഗീകരിക്കുന്നില്ല. ആവേശത്തെയല്ല ഇസ്ലാം പഠിപ്പിച്ചത്. പ്രമാണബദ്ധമായി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എന്താണ് അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ചത് എന്ന് പഠിച്ചറിഞ്ഞ് അത് പിൻപറ്റലാണ് തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പ്രവാചക തിരുമേനിയുടെ കർമ്മങ്ങൾ മനസ്സിലാക്കാൻ സ്വഹാബികളിൽപ്പെട്ട 3 ചെറുപ്പക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭാവത്തിൽ ഭാര്യമാരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നാൽ എങ്ങനെയാണ്, നബിയുടെ ഇബാദത്തുകൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ കഅന്നഹു തഖാല്ലുഹ, അത് കുറച്ചുള്ളതുപോലെ അവർക്ക് തോന്നി, പോരാ എന്ന് തോന്നി. അങ്ങനെ അവർ 3 പേരും പ്രത്യേകമായ ചില പ്രതിജ്ഞ എടുത്തുകൊണ്ട് പോയി എന്നാണ്. ഞാൻ ഇനി രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും നോമ്പുകാരനായിരിക്കും എന്നൊരാൾ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞത് ഞാൻ രാത്രി മുഴുക്കെ നിന്ന് നമസ്കരിക്കും. വേറൊരാൾ പറഞ്ഞത് ഈ ഭാര്യയും മക്കളും ഇതൊക്കെയാണ് നന്മകളിൽ നിന്ന്, ഇബാദത്തുകളിൽ നിന്ന്, മോക്ഷത്തിന്റെ വഴിയിൽ നിന്ന് നമ്മളെ തടയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതം നയിക്കുകയില്ല എന്ന് പറഞ്ഞ് അവർ ശപഥം ചെയ്ത് തീരുമാനമെടുത്തു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലെത്തിയപ്പോൾ ഈ വിവരം അറിഞ്ഞു. ഉടനെ ആ 3 ആളുകളെയും വിളിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ ഒക്കെ പറഞ്ഞോ എന്ന് ചോദിച്ചറിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനാണ്, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. പക്ഷേ നിർബന്ധ നോമ്പല്ലാത്ത സുന്നത്തായ നോമ്പുകൾ ഉള്ള ദിവസം എനിക്കുണ്ട്, സുന്നത്ത് നോമ്പില്ലാത്ത ദിവസങ്ങൾ എനിക്കുണ്ട്. രാത്രി ഞാൻ കിടന്നുറങ്ങാറുണ്ട്, ഉറക്കം ഒഴിവാക്കി എഴുന്നേറ്റ് നമസ്കരിക്കാറുണ്ട്. എനിക്ക് ഭാര്യമാരുണ്ട്, മക്കളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ച ഇസ്ലാം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഇത് പോരാ, ഇത് ശരിയല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹോദരങ്ങളെ, ആവേശമെന്ന് ഞാൻ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. അതേപോലെ തന്നെ ശരീരപീഡയാണ്, ശരീരത്തെ ബുദ്ധിമുട്ടിക്കലാണ് തഖ്വ, സൂക്ഷ്മത എന്ന് ധരിച്ചു വച്ച പല ആളുകളുമുണ്ട്. അതുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്ത എത്രയോ സംഭവങ്ങളുണ്ട്. ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിൽ കയറാതെ വെയിലത്ത് നിൽക്കുന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒറ്റക്കാലിൽ വെയിലത്ത് നിൽക്കാൻ. അങ്ങനെ നേർച്ചയാക്കിയിട്ടുണ്ട് പോലും. അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടാൻ, പുണ്യം കിട്ടാൻ വെയിൽ കൊണ്ട് തണലിലേക്ക് മാറി നിൽക്കാതെ ഒറ്റക്കാലിൽ ദീർഘനേരം നിൽക്കാൻ അയാൾ നേർച്ചയാക്കി എന്ന വിവരമറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ശാസിക്കുകയും അങ്ങനെ ഒരു നേർച്ച ഇസ്ലാമിലില്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോ ശരീരത്തെ പീഡിപ്പിച്ചാൽ, കുറെ ബുദ്ധിമുട്ടിച്ചാൽ പുണ്യം കൂടുതൽ കിട്ടും എന്നാരും കരുതേണ്ടതില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്, ദീൻ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പഠിച്ചറിഞ്ഞ് നമ്മൾ പിൻപറ്റണം. അതാണ് തഖ്വ. അതുകൊണ്ട് ചില ആളുകൾ റമദാനിൽ നോമ്പെടുക്കുമ്പോൾ അത്താഴം കഴിക്കാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട്. അത്താഴം കഴിക്കാതെ നോമ്പെടുത്താൽ ശരീരത്തിന് കൂടുതൽ ക്ഷീണമുണ്ടായാൽ പുണ്യം കൂടുതൽ കിട്ടും എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തെറ്റി, അത് തിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്, അനുഗ്രഹമുണ്ട് എന്നാണ്. അപ്പൊ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നവനേക്കാൾ അത്താഴം കഴിച്ചിട്ട് നോമ്പെടുക്കുന്നവനാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. അതേപോലെ തന്നെ ചില ആളുകൾ ബാങ്ക് കൊടുക്കുന്ന സമയമായാലും ബാങ്ക് കേട്ടാലും അല്പം ഒന്ന് പിന്തിച്ച് സാവകാശം, ചില പള്ളികളിലൊക്കെ അങ്ങനെ തന്നെ സൂക്ഷ്മതയുടെ പേരിൽ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒക്കെ മഗ്രിബ് ബാങ്ക് നീട്ടുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ, സ്വഹാബത്തിന്റെ അധ്യാപനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ലാ യസാലു നാസു ബിഖൈറിൻ, മനുഷ്യന്മാർ, ജനങ്ങൾ ഖൈറിലായിക്കൊണ്ടേയിരിക്കും. മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ സമയമായാൽ നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം കാലം മനുഷ്യന്മാരിൽ ഖൈറുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ സമയമായിട്ടും പിന്നെയും ഒരു സൂക്ഷ്മതയുടെ പേരിൽ, തഖ്വയുടെ പേരിൽ, ഭക്തിയുടെ പേരിൽ നോമ്പ് തുറക്കാതെ പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമല്ല, നന്മയല്ല.
നന്മ, പുണ്യം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ചാൽ. അതേപോലെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇസ്ലാമിക ലോകത്തെ, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസ തഖ്വല്ലാഹി ബിസിയാമിൻ നഹാർ വലാ ബിഖിയാമിൽ ലൈൽ വത്തഖ്ലീത് ഫീമാ ബൈനൻ നാസ്. തഖ്വ എന്ന് പറഞ്ഞാൽ പകൽ സമയം പട്ടിണി കിടന്ന് നോമ്പെടുക്കലും രാത്രി സമയം കുറെ നേരം നിന്ന് നമസ്കരിക്കലുമല്ല, മറിച്ച് വലാകിൻ തഖ്വല്ലാഹ് തർക്കു മാ ഹറമല്ലാഹ്, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ സന്നദ്ധരല്ലയോ? അങ്ങനെ അല്ലാത്തിടത്തോളം പകൽ പട്ടിണി കിടന്ന് നോമ്പ് ആചരിച്ചുകൊണ്ടും രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിച്ചത് കൊണ്ടും യാതൊരു കാര്യവുമില്ല. മറിച്ച് അല്ലാഹ് നിഷിദ്ധമാക്കിയതിനോട് നോ പറയാൻ, ഒഴിവാക്കാൻ സാധിക്കണം. അള്ളാഹു കൽപ്പിച്ച ഫർളാക്കിയ പല കാര്യങ്ങളുമുണ്ട്, അത് ചെയ്യാൻ കൂട്ടാക്കുകയും വേണം. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. രണ്ടുപേരും തമ്മിലുള്ളൊരു വൈജ്ഞാനികമായ സംഭാഷണം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ ചില റിവായത്തുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമായിട്ടാണ് ആ ചർച്ച എന്നും കാണുവാൻ സാധിക്കും. എന്താണ് കാര്യം? അവരുടെ ചർച്ചയിലെ മർമ്മപ്രധാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിൽ ഇത്രമാത്രം പ്രാധാന്യവും സ്ഥാനവും നൽകിയ ഒരു വിഷയം വേറെ കാണുക പ്രയാസമാണ്. എന്താണ് ആ തഖ്വക്ക് അത്രമാത്രം പ്രാധാന്യം നൽകിയ തഖ്വ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഖുർആൻ പണ്ഡിതനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, ഒരു ഡിസ്കഷന് വേണ്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ സലക്ത ത്വരീഖൻ ദാ ശൗക, മുള്ളുകൾ നിറഞ്ഞ കുപ്പിച്ചില്ലുകളും കൂർത്ത കല്ലുകളുമുള്ള വഴികളിലൂടെ അങ്ങ് സഞ്ചരിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉവ്വ. എങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ആ വഴികളിലൂടെ യാത്ര ചെയ്യുക? ഓരോ കാലും ശ്രദ്ധിച്ച് സൂക്ഷിച്ചെടുത്തു വെക്കും. നമ്മൾ വെക്കുന്ന കാല് മുള്ളിൽ തറക്കാതിരിക്കാൻ, നമ്മുടെ കാലിൽ കുപ്പിച്ചില്ലുകൾ തുളച്ചു കയറാതിരിക്കാൻ, മൂർച്ചയേറിയ കൂർത്ത കല്ലുകൾ നമ്മുടെ കാലിൽ തട്ടാതിരിക്കാൻ ജാഗ്രതയോടെ ശ്രദ്ധയോടെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുപോകുമെങ്കിൽ അതാണ് ദുനിയാവാകുന്ന ഈ വഴിയിൽ ഒട്ടേറെ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ വഴികളാണ് നമുക്ക് പോകുവാനുള്ളത്. അള്ളാഹു നിഷിദ്ധമാക്കിയ ഹറാമിന്റെ വഴികളുണ്ട്. അത് നമ്മുടെ കാലിൽ തറക്കാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിലാണെങ്കിലും ക്രയവിക്രയങ്ങളിലാണെങ്കിലും കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും വാങ്ങുന്ന വിഷയത്തിലാണെങ്കിലും തിന്നുന്ന വിഷയത്തിലും കുടിക്കുന്ന വിഷയത്തിലും ഉടുക്കുന്ന വിഷയത്തിലും എന്ന് വേണ്ട ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടെ മുന്നേറുക എന്നതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. പാപങ്ങളെല്ലാം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നീ ഒഴിവാക്കേണ്ടതുണ്ട്, ഉപേക്ഷിക്കേണ്ടതുണ്ട്. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. മുള്ളുകളുള്ള വഴികളിലൂടെ നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെ നീ ആകണം. അയാൾ തന്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ അപകടങ്ങളെയും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ആയിരിക്കും കാലുവെക്കുക. അതുപോലെ ലാ തഹ്തിറന്ന സഗീറതൻ ഇന്നൽ ജിബാല മിനൽ ഹസാ, അതുകൊണ്ട് ആ തെറ്റുകളുടെ കൂട്ടത്തിൽ ചെറുതല്ലേ, അതൊക്കെ ചെയ്യാത്ത ആരാ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് ഒരു പാപത്തെയും നീ ഒഴിവാക്കരുത്, ഉപേക്ഷിക്കരുത്. കാരണം വലിയ വലിയ പർവ്വതങ്ങൾ പോലും ചെറിയ ചെറിയ ചരൽക്കല്ലുകളും അതേപോലെ മണൽത്തരികളും കൊണ്ടാണ് രൂപപ്പെട്ടത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറുതു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഉപേക്ഷിക്കരുത്, നിസ്സാരവൽക്കരിക്കരുത് എന്നാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് പരലോകത്തേക്ക് കരുതുവാനുള്ള ഏറ്റവും നല്ല പാതേയം. ഖുർആൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ തന്റെ പാരിത്രിക ജീവിതത്തിന് കരുതുന്ന യാത്രാ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ആ തഖ്വയാണ്. പരലോകത്തേക്കുള്ള യാത്രയിൽ കരുതേണ്ടത് അതാണ്. അതുകൊണ്ടുള്ള ധാരാളം നേട്ടങ്ങൾ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് കിട്ടാനുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ, ഹദീസുകൾ വിശദീകരിച്ചതുപോലെ അനവധി നന്മകൾ, നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഒന്ന്, ദുനിയാവിൽ തന്നെ ഹുസൂലുൽ ഖൈറാത്തി വൽ ബറകാത്ത്, ധാരാളം നന്മകളും ബറക്കാത്തുകളും നമുക്ക് കിട്ടാൻ. മിനസ്സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്ന് പെയ്തിറങ്ങുന്ന അനുഗ്രഹങ്ങൾ, ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിഅമത്തുകൾ, അതിനൊക്കെയുള്ള ഒരു പ്രധാന സബബായി, നിമിത്തമായി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക എന്നതാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ,
ആ ഗ്രാമവാസികൾ, ആ നാട്ടുകാർ വിശ്വാസം സ്വീകരിക്കുകയും സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം, നാം അവർക്ക് തുറന്നിട്ട് കൊടുക്കുമായിരുന്നു, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ നാം തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് സൂറത്തുൽ അഅറാഫിലെ 96-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ പടച്ചറബിന്റെ പ്രത്യേകമായ ഇഷ്ടവും അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയും പിന്തുണയും സഹായവും ഒക്കെ ആഗ്രഹിക്കുന്നു, അള്ളാഹുവിന്റെ മഅയ്യത്ത്, അള്ളാഹുവിന്റെ മഹബത്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മൾ പരിഗണിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. സാമ്പത്തിക വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും നമ്മൾ സംസാരിക്കുമ്പോൾ, നോക്കുമ്പോൾ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ പടച്ചറബ് നമ്മുടെ കൂടെയുണ്ടാകും. ഏത് പ്രതിസന്ധികളിലും നമ്മെ ആർക്കും തകർക്കുവാനോ തളർത്തുവാനോ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിരക്ഷയും പരിഗണനയും ഉണ്ടാകും. ബലാ മൻ ഔഫാ ബി അഹ്ദിഹി വത്തഖാ, ആർ അള്ളാഹുവിന്റെ കരാറ് പൂർത്തീകരിക്കുന്നുവോ, അവന്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നുവോ, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ സൂക്ഷിക്കണം, അറിയുക തീർച്ചയായും അള്ളാഹു അത്തരം മുത്തഖീങ്ങളുടെ കൂടെയുണ്ടാകും. അവന്റെ ശക്തി കൊണ്ട്, സഹായം കൊണ്ട്, അവന്റെ പരിഗണന കൊണ്ട്, അവന്റെ പിന്തുണ കൊണ്ട് വിശ്വാസികളുടെ കൂടെ ഉണ്ടാകും. ഇന്നല്ലാഹ മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, തീർച്ചയായും അള്ളാഹു തഖ്വ കൈക്കൊള്ളുന്ന വിശ്വാസികളുടെ കൂടെയായിരിക്കും, അതേപോലെ സുകൃതം ചെയ്യുന്നവരോട് ഒപ്പമായിരിക്കും എന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും അത് എളുപ്പമാക്കി തരാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കുറുക്കുവഴികൾ നമ്മൾ തേടുമ്പോൾ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് ഏറ്റവും നല്ല രീതിയിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. എപ്പോൾ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ പലിശയുടെ ഒട്ടേറെ വഴികൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. ബാങ്കുകളായിട്ടും വ്യക്തികളായിട്ടും നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒന്ന് നോ പറയാതിരുന്നാൽ തരാൻ സന്നദ്ധമായി നിൽക്കുന്ന ആളുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയത് ഞാൻ തൊടുകയില്ല എന്ന് തീരുമാനിച്ച് സൂക്ഷ്മത പാലിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ യജ്അൽ ലഹു മഖ്റജ, നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് ഒരു തുറവി അള്ളാഹു നിങ്ങൾക്കുണ്ടാക്കി തരും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത, നമ്മൾ കണക്ക് കൂട്ടാത്ത രൂപത്തിൽ അള്ളാഹു പ്രത്യേകമായി നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തരുമെന്ന് 65-ാം അധ്യായം സൂറത്തു ത്വലാഖിലെ 2-3 ആയത്തുകളിലൂടെ അള്ളാഹു ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇബ്നു ജരീർ അത്ത്-തബരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞത് ഐ യുസബ്ബിബു ലഹു അസ്ബാബർ റിസ്ഖ്, അള്ളാഹു റിസ്ഖ് നൂലിൽ കെട്ടി ഇറക്കി തരുമെന്നല്ല, മറിച്ച് മിൻ ഹൈസു ലാ യശ്ഉർ വലാ യഅലം, അയാൾ പോലും നിനക്കാത്ത, വിചാരിക്കാത്ത, കണക്ക് കൂട്ടാത്ത വഴിയിൽ അള്ളാഹു റിസ്ഖിനുള്ള വഴി എളുപ്പമാക്കി തരുമെന്നാണ്. അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ഹറാമിലേക്ക് പോകാതെ അള്ളാഹു നിഷിദ്ധമാക്കിയത് ഞാൻ എടുക്കുകയില്ല, ചെയ്യുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ പകൽ സമയത്ത് നാം നോമ്പെടുത്ത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയതുപോലെ ശിഷ്ട ജീവിതത്തിൽ ആ തഖ്വയുടെ സൂക്ഷ്മതയുടെ ജീവിതം നമുക്ക് തുടരാൻ സാധിച്ചാൽ തീർച്ചയായും എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹു കൂടെയുണ്ടാകുമെന്നാണ്. അതേപോലെ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞു ഹുദൻ ലിന്നാസ്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. എല്ലാവർക്കും ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ശരിതെറ്റുകൾ എന്താണ്, മനുഷ്യന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും അത് പിൻപറ്റുന്നുണ്ടോ? എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നുണ്ടോ? ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ, അതിന്റെ വെളിച്ചം നുകരുവാൻ സാധിക്കണമെങ്കിൽ, അതിന്റെ മധുരം ആസ്വദിക്കുവാൻ സാധിക്കണമെങ്കിൽ ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കേ സാധിക്കുകയുള്ളൂ എന്നല്ല പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും വായിക്കാം, അതിന്റെ അർത്ഥം മനസ്സിലാക്കാം, അതിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാം, ഒക്കെ ശരിയാണ്. പക്ഷെ ആരിലാണ് ആ ഖുർആൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, ഖുർആൻ സ്വാധീനം ചെലുത്തുന്നത്? ഈ പറഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച ആളുകൾക്കാണ്. അതേപോലെ
നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായിട്ടുള്ള സ്വർഗം ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീകളായ ആളുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു സുമറിലെ 73-ാമത്തെ ആയത്തിലും അള്ളാഹു പറഞ്ഞത് അതാണ്. വസീഖൽ ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് അനുസരിച്ച് ജീവിച്ച ആളുകളെ നയിച്ചു കൊണ്ടുപോകും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക്, സുമറ, കൂട്ടം കൂട്ടമായി. സത്യവിശ്വാസികളുടെ ഓരോ ഗ്രൂപ്പുകളെയും ഓരോ കൂട്ടങ്ങളെയും സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. ഹത്താ ഇദാ ജാഊഹാ, ആ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കൽ അവരെത്തുമ്പോൾ ഫുതിഹത് അബ്വാബുഹാ, അവർക്ക് മുമ്പിൽ ആ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. വഖാല ലഹും ഖസനതുഹാ, സ്വർഗത്തിന്റെ കാവൽക്കാരായ മലായിക്കത്തുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് ശാന്തി സമാധാനം, തിബ്തും, നിങ്ങൾക്ക് നന്മ വരട്ടെ, ഫദ്ഖുലൂഹാ ഖാലിദീൻ, ഈ സ്വർഗത്തിൽ നിങ്ങൾ ശാശ്വതരായി കഴിഞ്ഞുകൊള്ളുക, അതിൽ നിത്യവാസികളായി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശീർവദിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ആ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് ദുനിയാവിൽ നിന്ന് പിരിയുവാനും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും പ്രകടമായി കാണേണ്ട ഒന്നാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വ എന്നത്. അത് കേവലം പള്ളിയിൽ കയറുമ്പോൾ മാത്രമോ അതല്ലെങ്കിൽ ഉസ്താദുമാരുടെ മുമ്പിൽ മാത്രമോ പ്രകടിപ്പിക്കേണ്ട ഒന്നല്ല. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങളും ശാസനകളും ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതിലൂടെ കിട്ടുന്ന നേട്ടങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മൾ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു പോകണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ദുആ ചെയ്യാൻ നമ്മൾ മറക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്തു കാണിച്ച അനവധി ദുആകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അൽ ഹുദാ, സന്മാർഗത്തെ, വത്തുഖാ, സൂക്ഷ്മതാബോധത്തെയും തഖ്വയെയും, വൽ അഫാഫ, ചാരിത്ര ശുദ്ധിയെയും, വൽ ഗിന, ഐശ്വര്യത്തെയും. അപ്പൊ അള്ളാഹുവിനോട് സന്മാർഗവും തഖ്വയും ചാരിത്രശുദ്ധിയും ഐശ്വര്യവും ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. ആ അറബി വാക്കുകൾ അങ്ങനെ തന്നെ പഠിച്ച് നമ്മൾ ചെയ്താൽ അത് സുന്നത്തായ രീതിയാണ്. ഇനി ആ അറബി കിട്ടിയില്ലെങ്കിലും അതിന്റെ ആശയം വെച്ചുകൊണ്ട് നമുക്ക് ദുആയിരക്കുവാൻ സാധിക്കണം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആ, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ, അല്ലാഹു എന്റെ നഫ്സിന് നീ അതിൻ്റെതായ തഖ്വ നൽകണമേ. വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹ, എന്റെ മനസ്സിനെ നീ സംസ്കരിക്കണമേ. പാപങ്ങൾ കയറി വരാതെ, അഴുക്കുകളും വൃത്തികേടുകളും എന്റെ മനസ്സിൽ ഇടം പിടിക്കാതെ അതിനെ നീ വിമലീകരിക്കണമേ. അൻത ഖൈറു മൻ സക്കാഹ, ആ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് പടച്ചവന് നീ. അതുകൊണ്ട് എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച് എന്റെ മനസ്സിന് നീ തഖ്വ നിലനിർത്തി തരണമേ. അൻത വലിയുഹാ വ മൗലാഹ, എന്റെ മനസ്സിന്റെ രക്ഷാധികാരിയും ഉടമസ്ഥനും നീ തന്നെയാണ്. അതുകൊണ്ട് എന്നെ സംസ്കരിക്കാൻ, എന്നെ ശുദ്ധീകരിക്കാൻ നീ തന്നെയാണ് കഴിവുറ്റവനും അർഹതയുള്ളവനും എന്ന ആ പ്രവാചക അധ്യാപനത്തിൽ അടങ്ങിയിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി ആ ദുആ കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നോമ്പിന്റെ ലക്ഷ്യമായി അള്ളാഹു പറഞ്ഞ, പരിശുദ്ധ ഖുർആൻ ഊന്നി ഉണർത്തിയ
ആ തഖ്വ നേടിയെടുക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ പകൽ സമയത്ത് കൊടും വേനലിൽ ചൂടും ദാഹവും അതേപോലെ തന്നെ തളർച്ചയും ക്ഷീണവും ഒക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുന്നത് സാർത്ഥകമാവുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും മറ്റ് ഇബാദത്തുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആ ഇബാദത്തുകളുടെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന എല്ലാവരുടെയും എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയും കാരുണ്യവാനായ പടച്ച റബ്ബ് അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.